നല്ലൊരിളം കവുങ്ങ് അങ്ങനെ ഇല വിരിച്ചാടണ പാൽകവുങ്ങ് പാൽകവും ഇന്നല പൂത്താൽ പിന്നെ അപൂവൊന്നും നമ്മൾ കാണൂല നല്ലൊരിളം കവുങ്ങ് അങ്ങനെ ഇല വിരിച്ചാടണ പാൽകവുങ്ങ് പാൽകവും ഇന്നല പൂത്താൽ പിന്നെ അപൂവൊന്നും നമ്മൾ കാണൂല വിരിച്ചാടണ പാകവുമേ പാകവും ഇന്നല പൂത്താൽ പിന്നെ അപൂവൊന്നും നമ്മൾ കാണൂല അങ്ങനെ ഇല വിരിച്ചാടണ പാകവുമേ പാകവും ഇന്നല പൂത്താൽ പിന്നെ അപൂവൊന്നും നമ്മൾ കാണൂല അങ്ങനെ ഇല വിരിച്ചാടണ പാകവുമേ പാകവും ഇന്നല പൂത്താൽ പിന്നെ അപൂവൊന്നും നമ്മൾ കാണൂല അങ്ങനെ ഇല വിരിച്ചാടണ പാകവുമേ പാകവും ഇന്നല പൂത്താൽ പിന്നെ അപൂവൊന്നും നമ്മൾ കാണൂല അങ്ങനെ ഇല വിരിച്ചാടണ പാകവുമേ പാകവും ഇന്നല പൂത്താ പിന്നെ അപൂവൊന്നും നമ്മൾ കാണൂല അങ്ങനെ ഇല വിരിച്ചാടണ പാകവുമേ പാകവും ഇന്നല പൂത്താ പിന്നെ അപൂവൊന്നും നമ്മൾ കാണൂല മല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുഹൂറും കിസ്സ പറഞ്ഞാട്ടെ മല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുഹൂറും കിസ്സ പറഞ്ഞാട്ടെ താങ്ക് യു. ഈ നാടിന് നല്ലൊരു കൈ എഴുതിരോ. താങ്ക് യു. അടുത്തത് നമ്മുടെ നാടൻ പാട്ടുകൾ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കലാകാരനുണ്ട്, നമ്മുടെ സ്വന്തം കലാഭവൻ മണിച്ചേട്ടൻ. കലാഭവൻ മണിച്ചേട്ടന്റെ നല്ല പാട്ടുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒലിവ് മണ്ണാർക്കാട് ക്ഷണിക്കുകയാണ്. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ
കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരേ മാമ്പഴമാകട്ടെ കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരെ മാമ്പഴമാകട്ടെ കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരെ മാമ്പഴമാകട്ടെ കോളേജിൽ പോകുമ്പോ പല മുഖം കാണുമ്പോ എന്നെയും ഓർത്തിയിട്ടേ എന്റെ പുന്നാരെ എന്നെയും ഓർത്തിയിട്ടേ കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരെ മാമ്പഴമാകട്ടെ കോളേജിൽ പോകുമ്പോ പല മുഖം കാണുമ്പോ എന്നെയും ഓർത്തിയിട്ടേ എന്റെ പുന്നാരെ എന്നെയും ഓർത്തിയിട്ടേ കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരെ മാമ്പഴമാകട്ടെ ഇന്നലെ നീയിട്ട മഞ്ഞ ചൂരിദാറ് എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരെ എത്ര ഞാൻ വാങ്ങി തന്നു കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരെ മാമ്പഴമാകട്ടെ ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് പൊട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മട്ടിയതയും ഉണട്ട വണ്ടി ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് പൊട്ടി നടന്ന വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മട്ടിയതയും ഉണട്ട വണ്ടി ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് പൊട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മട്ടിയതയും ഉണട്ട വണ്ടി ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് പൊട്ടി നടന്ന വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മട്ടിയതയും ഉണട്ട വണ്ടി നൂറിന്റെ നോട്ടിന് രപ്പകല്ലില്ലാതെ നെട്ടോ മോട്ടിടുമ്പോ ഇക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തി ഇരട്ട വണ്ടി നൂറിന്റെ നോട്ടിന് രപ്പകല്ലില്ലാതെ നെട്ടോ മോട്ടിടുമ്പോ ഇക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തി ഇരട്ട വണ്ടി ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് പൊട്ടി നടന്ന വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മട്ടിയതയും ഉണട്ട വണ്ടി ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് പൊട്ടി നടന്ന വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മട്ടിയതയും ഉണട്ട വണ്ടി ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട ഓമന പൂമുഖം പാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്തോരും നൽക ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട ഓമന പൂമുഖം പാടിടേണ്ട ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്തോരും ഡയറക്ടർ റോഡാണ് റോഡിനരികാണ് വീടിനടയാളം ചിമക്കുന്ന പച്ചേരി ചോറുണ്ട് പച്ചേമി ചാറുണ്ട് ഉച്ചക്ക് ഉണ്ണാണെ വന്നൂട്ട ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട ഓമന പൂമുഖം പാടിടേണ്ട ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോരും പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മുള കക്ഷത്തില കലവേലായതാ എന്റെ മുള കക്ഷത്തില കലവേലായതാ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളു കുടിച്ച് എന്റെ മുള കക്ഷത്തില കലവേലായതാ എന്റെ മുള കക്ഷത്തില കലവേലായതാ കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊണ്ടിക്ക് പണി ചെയ്തു കല്യാണം കുട്ടികളെല്ലട വേലായതാ കല്യാണം കുട്ടികളെല്ലട വേലായതാ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളു കുടിച്ച് എന്റെ മുള കക്ഷത്തില കലവേലായതാ എന്റെ മുള കക്ഷത്തില കലവേലായതാ പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങൾ പോലീസായി ജാമ്യം കിട്ടാൻ കൊല്ലാപ്പാവും വേലായതോ ജാമ്യം കിട്ടാൻ കൊല്ലാപ്പാവും വേലായതാ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളു കുടിച്ച് എന്റെ മുള കക്ഷത്തില കലവേലായതാ എന്റെ മുള കക്ഷത്തില കലവേലായതാ അലത്തൂരങ്ങാടി ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ട് തലടണലന്മരം കണ്ടേഞ്ഞാ ആകാശം പുത്തു നിൽക്കണ കണ്ണല കണ്ടേഞ്ഞാ അലത്തൂരങ്ങാടി ഞാൻ പോയി വരുമ്പോ ആകാശത്തൊട്ടി കണ്ടേഞ്ഞ അലിപ്പഴം മുതു നിറഞ്ഞത് കണ്ണാലെ കണ്ടേഞ്ഞ അലത്തൂരങ്ങാടി ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ട് തലടണലന്മരം കണ്ടേഞ്ഞാ ആകാശം പുത്തു നിൽക്കണ കണ്ണല കണ്ടേഞ്ഞാ അലത്തൂരങ്ങാടി ഞാൻ പോയി വരുമ്പോ ആകാശത്തൊട്ടി കണ്ടേഞ്ഞ അലിപ്പഴം മുതു നിറഞ്ഞത് കണ്ണാലെ കണ്ടേഞ്ഞ അലിന്റെ കൊമ്പ് തിരിക്കണം ചക്ക എല്ലാ ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ എല്ലാ ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ അലത്തൂരങ്ങാടി ഞാൻ പോയി വരുമ്പോ ആകാശത്തൊട്ടി കണ്ടേഞ്ഞ അലിപ്പഴം മുതു നിറഞ്ഞത് കണ്ണാലെ കണ്ടേഞ്ഞ പരലി 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 പൂവാലി
പരലി പരലി ഇന്നലെ നേരത്ത് പരലി വെള്ളത്തിലോട്ടണില്ല പരലി പരലി പൂവാലി പരലി 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 വെള്ളത്തിലോടണല്ല പരലി 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 പൂവാലി പരലി പരലി ഇന്നലെ നേരത്ത് പരലി വെള്ളത്തിലോട്ടണില്ല പരലി 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 പൂവാലി പരലി പരലി നേരത്ത് പരലി വെള്ളത്തിലോടണല്ല മായിടെ മോളെ ഞാൻ നിക്കാത് ചെയ്ത് ആകെ കുഴപ്പത്തില്ല അവളെ കാലത്തെ നിക്കൂല മുറ്റ മാടിക്കൂല പല്ലും കൂടി നിൽക്കൂലാന്നേ അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്ത് ആകെ കുഴപ്പമില്ല അവളെ കണ്ടത്തെ നിക്കൂല മുറ്റ മാടിക്കൂല പല്ല് കൂടി തെക്കൂലാമേ മുറ്റ മാടിക്കാൻ ചൂലെടുത്താൽ അവൾ നടന്നോണ്ടുറങ്ങു ചെയ്ത മുറ്റ മാടിക്കാൻ ചൂലെടുത്താൽ അവൾ നടന്നോണ്ടുറങ്ങു ചെയ്ത അവളെ തല്ലാനോ പാടില്ല പറയാനോ പാടില്ല മാമാന്റെ മോളായി പോയി അവളെ തല്ലാനോ പാടില്ല പറയാനോ പാടില്ല മാമാന്റെ മോളായിടോ അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്ത് ആകെ കുഴപ്പമില്ല അവളെ കലത്തെ നിക്കൂല മുറ്റ മാടിക്കൂല പല്ല് കൂടി തെക്കൂലാമേ ചനകുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനത്തെ പുള മീകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ മീനെ പെണ്ണിന്റെ കട്ടില് നീയുള്ള വിടക്കണ മീനാടേ ചലക്കുട്ടി ചന്തക്ക് പോകുമ്പോ പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീച്ച മീനെ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാടേ ചലകുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനത്തെ പുള മീകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ മീനെ പെണ്ണിന്റെ കട്ടില് നീയുള്ള വിടക്കണ മീനാടേ ചലക്കുട്ടി ചന്തക്ക് പോകുമ്പോ വികാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീച്ച മീനെ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാടേ അതെ അവതാരം ഏട്ടന് നല്ലൊരു കയ്യടി കൊടുക്കാം നമ്മളെ നല്ലൊരു കയ്യടി അതെ 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 സഖാക്കളെ റോഡ് സൈഡില് ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ആ വഴിയിലൂടെയല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുന്നത്. മുഖ്യമന്ത്രി വരുന്നത് വേറെ വഴിക്കാണ്. ആ കൂടി നിൽക്കുന്ന ആളുകൾ പൂർണ്ണമായും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം. ഇവിടെ ഇപ്പൊ തണല് വന്നിട്ടുണ്ട്. 6ാമത്തെ തവണയാണ് നിങ്ങളോട് ഈ അഭ്യർത്ഥന വെക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ കൂടി നിൽക്കുന്ന ആളുകൾ ഇവിടെ ഈ വലതുഭാഗത്തുള്ള സ്ഥലത്തിൽ വന്നിരിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും. ആ സമയത്ത് ഇവിടെ ഈ ഗ്രൗണ്ടിൽ ആളുണ്ടാവണം. ഈ ഇരിപ്പിടത്തിലൊക്കെ തന്നെ ആളുകൾ ഇരിപ്പിടമുണ്ടല്ലോ. ഇപ്പൊ വലിയ വെയിലൊന്നും കൂടെ ഇല്ല. അത് കണക്കിലെടുത്തുകൊണ്ട് ഈ അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾ ഇവിടെ വന്നിരിക്കണമെന്ന് സവിനയം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ അഭ്യർത്ഥന നമ്മുടെ മുന്നണിയുടെ എല്ലാ പാർട്ടികളിലെയും പ്രവർത്തകന്മാർക്ക് ഒരുപോലെ ബാധകമാണ്. ആളൊന്നും ഇങ്ങോട്ട് വന്നിരിക്കും, ഒന്ന് മേലെ നിങ്ങൾ അവിടെ നിൽക്കുന്നത് കൊണ്ടുള്ളൊരു കുഴപ്പം, ഈ പുതുതായി അവിടുന്ന് വരുന്ന ആൾക്കാരുണ്ട്, അവരെല്ലാം ആ കൂടെ കൂടി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇടതുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ഇങ്ങോട്ട് വലതുഭാഗത്തേക്ക് വന്നിരിക്കുക. ആ വരുന്ന ആളുകൾ നേരെ ഇങ്ങോട്ട് വാ, അങ്ങോട്ട് കയറിയിരിക്കുക. ഇവിടെ ആരെയും നിർക്കാൻ സമ്മതിക്കില്ല. പോലീസ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. ബഹുമാനനായ മുഖ്യമന്ത്രി ഇവിടെ എത്തിക്കഴിഞ്ഞു.
ഹലോ 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 ഹലോ. ഇത്രയും നേരം ഒലിവ് നാടൻ കലാപഠന ഗവേഷണ കേന്ദ്രത്തിന് ഈ ഒരു വേദിയിൽ പരിപാടി അവതരിപ്പിക്കാൻ അവസരം തന്ന ഇതിന്റെ ഭാരവാഹികളോട് ഒലിവ് നാടൻ കലാപഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കരഘോഷങ്ങളോടുകൂടി നമുക്ക് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാം. പ്രിയമുള്ളവരെ, ആരാധ്യനായ നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലം റാലി സഖാവ് ഇവിടെ ഉദ്ഘാടനം ചെയ്യും. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി മണ്ഡലം കമ്മിറ്റിയുടെ കൺവീനർ സഖാവ് PKS ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 9 ദിവസം മാത്രം അവശേഷിച്ചിരിക്കുകയാണ്. മണ്ണാർക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പ് റാലി നമ്മൾ സംഘടിപ്പിക്കുന്നത്. വളരെ അഭിമാനത്തോടു കൂടി ഒരു മുഖവരെയും മറ്റൊരു വിശദീകരണവും ഇല്ലാതെ ഈ റാലി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, കേരളത്തിലെ 3.5 കോടി വരുന്ന മനുഷ്യന്റെ ഭാവിയുടെ പ്രതീക്ഷകളുടെ പ്രകാശഗോപുരമായി നിൽക്കുന്ന മഹാനായ സഖാവ് പിണറായി വിജയൻ, കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സഖാവ് സുരേഷ് ബാബു എത്തിയിട്ടുണ്ട്. പാർലമെന്റ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് N കൃഷ്ണദാസ് എത്തിയിട്ടുണ്ട്. ഈ സഖാക്കൾക്കെല്ലാം തന്നെ സ്വാഗതം ചെയ്യുന്നു. CPI നേതാവ് മണികണ്ഠനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സഖാവ് UT രാമകൃഷ്ണൻ, CP ബാബു, ജോസ് ബേബി, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി, NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PR റസാഖ് മൗലവി, കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് ജോസഫ്, RJDയുടെ നേതാവ് സുബ്രഹ്മണ്യൻ, ജനതാദൾ സെക്കുലറിന്റെ നേതാവ് പ്രവീൺ, ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ നേതാവ് അമീർ, കേരള കോൺഗ്രസ് ബിയുടെ ഷറഫുദ്ദീൻ, കേരള കോൺഗ്രസ് സ്കറിയ വിഭാഗത്തിന്റെ ജോയ് എന്നിവരുൾപ്പെടെ ഈ വേദിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ നിലമ്പൂർ MLA ആയ സഖാവ് PV അൻവറും ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി പ്രസംഗിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രസംഗവും ഇവിടെ ഉണ്ടാകും. ഈ വേദിയിലുള്ള ഞാൻ പേര് പറഞ്ഞവരും പേര് പറയാത്തവരുമായ ഒരുപാട് നേതാക്കന്മാർ, ഘടകകക്ഷികളുടെ എല്ലാം തന്നെ നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. അവരെല്ലാവരെയും
അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി നമ്മുടെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ സഖാവ് AK അബ്ദുൽ അസീസിനെ ഞാൻ ക്ഷണിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് AV ജയരാഘവന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടിയും പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് PK ശശി ആദരണീയനായ മുഖ്യമന്ത്രിയെ ഷാൾ അണിയിക്കുന്നു. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ആരാധ്യനായ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥി AV ജയരാഘവൻ വേദിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യമന്ത്രി പറയുന്നത് ആദ്യം സ്ഥാനാർത്ഥിയാണ് സംസാരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സഖാവ് AV ജയരാഘവനെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അസീസ്, ഇവിടെ സന്നിഹിതനായിട്ടുള്ള നമ്മുടെ ആദരണീയനായ സംസ്ഥാന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ ഘടകകക്ഷി നേതാക്കളെ, മറ്റ് നേതാക്കളെ, സഹോദരി സഹോദരന്മാർ, അതിസുപ്രധാനമായ ഒരു രാഷ്ട്രീയ സമരത്തിൽ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുകയാണ്. ഇന്ത്യയിലെ 96 കോടി വോട്ടർമാർ നമ്മുടെ രാജ്യത്തിൻ്റെ സമകാല അവസ്ഥയെ തിരിച്ചറിഞ്ഞ് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഈ സന്ദർഭത്തിൽ രാജ്യം അഭിമുഖീകരിക്കുന്ന നാനാവിധങ്ങളായ പ്രശ്നങ്ങളിൽ ശരി ഉത്തരമുള്ള ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആ രാഷ്ട്രീയ വിഷയങ്ങളിവിടെ വിശദമായി പരാമർശിക്കാൻ പോവുകയാണ്. നാട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്ന സമീപനങ്ങളിൽ ഐക്യദാർഢ്യപ്പെടാനും തയ്യാറാവുന്ന ഒരു സന്ദർഭത്തിൽ ആ രീതിയിലൊരു വിധിയെഴുത്തിന് വേണ്ടിയാണ് പാലക്കാടും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ജനങ്ങൾ ഈ തീവ്ര ഹിന്ദുത്വത്തിൻ്റെ പ്രാകൃത ശാസനകൾക്ക് വഴിപ്പെടില്ല എന്ന് ഈ തിരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ പാലക്കാട് തീർച്ചയായും ഉറച്ച നിലപാടെടുക്കും എന്ന പ്രതീക്ഷയാണ് നമുക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ നിയോജകമണ്ഡലത്തെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ പരമാവധി വോട്ടുകൾ ചെയ്ത് സഹായിക്കണമെന്നും തിരഞ്ഞെടുക്കണമെന്നും വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിയോജകമണ്ഡലത്തിൻ്റെ വികസനം അതൊരു സമഗ്രമായ കാഴ്ചപ്പാടോടുകൂടി നമുക്ക് രൂപപ്പെടുത്താനാവും.
പാലക്കാടിൻ്റെ സാധ്യതകളുണ്ട്. നമുക്ക് കാർഷിക വ്യാവസായിക മേഖലകളിൽ ഒരുപാട് വികസന സാധ്യതകളുള്ള ഒരു പ്രദേശമാണ്. അത്തരം വികസന മുന്നേറ്റത്തിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുൻകൈ, സഹായം, അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ് നിർവഹിക്കേണ്ട ചുമതലകൾ, അതെല്ലാം സമന്വയിപ്പിക്കുന്നതിൽ പാർലമെന്റ് അംഗം നല്ല മുൻകൈ എടുക്കേണ്ടതുണ്ട്. ആ നിലയിൽ വികസനപരമായ കാര്യങ്ങൾക്കും എൻ്റെ ഭാഗത്ത് നിന്ന് നല്ല മുൻകൈ എടുത്തുകൊണ്ട് നിങ്ങളുടെ സഹായത്തോടു കൂടി പാലക്കാടിന് നല്ല വികസന മുന്നേറ്റം നടത്താനും തിരഞ്ഞെടുക്കപ്പെട്ടാൽ MP എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമെന്നുകൂടി നിങ്ങൾക്ക് ഉറപ്പ് നൽകി ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഏവർക്കും നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവർകളെ ആദരവോടെ ക്ഷണിക്കുന്നു. സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ജനങ്ങൾ അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം രാജ്യത്തെ ജനാധിപത്യവും മതനിരപേക്ഷതയും രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളാകെയും അപകടാവസ്ഥയിലായപ്പോൾ അവയെല്ലാം സംരക്ഷിക്കണമെങ്കിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്ന തിരിച്ചറിവ് രാജ്യത്താകെയുള്ള ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉണ്ടായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. അതിനിടയാക്കിയത് രാജ്യം ഭരിക്കുന്ന BJP രാജ്യത്ത് ചെയ്തു വെച്ച കാര്യങ്ങളാണ്. BJP എന്നത് സാധാരണ നിരക്കുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. RSSൻ്റെ നേതൃത്വം അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ RSS അജണ്ടയാണ് അവർക്ക് പ്രധാനമായി നടപ്പാക്കാനുള്ളത്. അതേസമയം കടുത്ത ജനവിരുദ്ധ നയങ്ങൾ അവരുടെ കൂടപ്പിറപ്പാണ്. നമുക്കറിയാം, 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത്. അതിനു മുൻപും BJP സർക്കാർ ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം ഉണ്ടായതുപോലെ തന്നെ എല്ലാ മേഖലയിലും കാവ്യവൽക്കരണത്തിനാണ് സർക്കാർ മുൻകൈയെടുത്തത്. നമ്മളെല്ലാം കണ്ടു, ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ ആദരണീയരായ ജസ്റ്റിസുമാർ സുപ്രീം കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പത്രസമ്മേളനം നടത്തുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമായിരുന്നു. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും
അവയുടെ സ്വതന്ത്രമായ പ്രവർത്തനം അനുവദിക്കാതിരിക്കുന്ന നിലയായിരുന്നു BJP ഗവൺമെൻറ് സ്വീകരിച്ചത്. അതിലുള്ള അസഹ്യത വല്ലാതെ ഒരു പരുവത്തിലെത്തിയപ്പോഴാണ് ആദരണീയരായ ജസ്റ്റിസുമാർക്ക് തന്നെ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയേണ്ടി വന്നു. ഈ രാജ്യത്ത് ഒരുപാട് ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. ആ ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം തങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവരിക എന്ന നയമാണ് സംഘപരിവാറിനുള്ളത്. അതിൻ്റേതായ കെടുതി രാജ്യം വലിയ തോതിൽ അനുഭവിക്കുകയുമാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്നതാണ്. മതനിരപേക്ഷ രാഷ്ട്രം ഇവിടെ ഏത് മതത്തിലും വിശ്വസിക്കാൻ അവകാശമുണ്ട്. അതേസമയം ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കണമെങ്കിൽ അതിനുള്ള അവകാശവുമുണ്ട്. ഇവർക്കെല്ലാവർക്കും തുല്യ പരിഗണനയായിരിക്കും. നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നത് രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും പരിരക്ഷയുമാണ്. ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലെ പൗരർക്ക് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് നിയമത്തിന് മുന്നിൽ തുല്യതയും പരിരക്ഷയുമെന്നാണ്. അതായത് പൗരരായാലും അല്ലെങ്കിലും ഇന്ത്യയിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവർക്കെല്ലാം നിയമത്തിന് മുന്നിൽ തുല്യതയാണ്, തുല്യ പരിരക്ഷയാണ് ലഭിക്കുക. ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ വിശാലമായ നില. പക്ഷേ ആ ഭരണഘടന അംഗീകരിച്ച നാൾ മുതൽ ആ ഭരണഘടനയ്ക്കെതിരായി നിൽക്കുന്ന ഒരു കൂട്ടർ രാജ്യത്തുണ്ട്. അവരാ ഭരണഘടന അംഗീകരിക്കുന്നില്ല. അവരത് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അത് RSS ആണ്. RSSൻ്റെ മുഖ പ്രസിദ്ധീകരണമായ ഓർഗനൈസർ ഭരണഘടനയെ അംഗീകരിച്ച് 4-ാം ദിവസം ഒരു മുഖലേഖനത്തോടെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിൽ ഓർഗനൈസർ പറഞ്ഞത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പണ്ഡിതർക്ക് മനുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, മനുസ്മൃതി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മനുവിൻ്റെ നിയമമാണ് രാജ്യത്ത് നടപ്പായിരുന്നത്. മനുവിൻ്റെ നിയമമില്ലാത്ത ഭരണഘടനയെ പരിഹസിക്കുകയായിരുന്നു. തുടക്കം തന്നെ ഭരണഘടനയ്ക്കെതിരായി RSS തിരിയുന്നതാണ് കണ്ടത്. സവർക്കർ കൃത്യമായി ആ ഘട്ടത്തിൽ പറഞ്ഞു, മനുവിൻ്റെ നിയമമാണ് ഹിന്ദുവിൻ്റെ നിയമം. രാജ്യത്തെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പണ്ഡിതർക്ക് മനുവിനെ മനസ്സിലാക്കാനായില്ല. അപ്പോൾ അന്ന് തൊട്ട് ഭരണഘടനയ്ക്കെതിരായ നീക്കം RSS മറച്ചുവെക്കാതെ പരസ്യമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം നമ്മുടെ രാജ്യം അംഗീകരിച്ച മതനിരപേക്ഷത
രാജ്യത്തിന് ചേർന്നതല്ല എന്നതാണ് RSS നിലപാട്. അവർ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകണം ഇന്ത്യ എന്ന നിലപാടിലാണ്. അതുമായി ബന്ധപ്പെട്ടും അവർ അവരുടേതായ നിലപാട് അംഗീകരിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യ രാജ്യം നാം കാണുന്നത് വിവിധ ഭാഷകൾ, വിവിധ മതങ്ങൾ, ഒട്ടേറെ ജാതികൾ, നിരവധി സംസ്കാരങ്ങൾ, അങ്ങനെ നാനാത്വം നിറഞ്ഞു നിൽക്കുന്നു. ആ നാനാത്വത്തിലുള്ള ഏകത്വം, ഇതാണ് ഇന്ത്യയുടെ ശക്തി എന്നതാണ് നാം പൊതുവെ കണ്ടിട്ടുള്ളത്. പക്ഷേ RSS ഇതൊന്നും അംഗീകരിക്കുന്നില്ല. വിവിധങ്ങളായ ഒന്നിനോടും വൈവിധ്യങ്ങളോട് ഒന്നിനോടും അവർക്ക് താല്പര്യമില്ല. അതൊന്നും അവർ അംഗീകരിക്കുന്നില്ല. ഒന്ന് മാത്രമേ അംഗീകരിക്കൂ. അത് ഓരോ രംഗത്തും ഓരോന്നായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് പറഞ്ഞത്, നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളുണ്ട്. ആ ആഭ്യന്തര ശത്രുക്കൾ അവർ കണ്ടത് മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. ഈ ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ആഭ്യന്തര വൈരുദ്ധ്യം എങ്ങനെ രാജ്യം കൈകാര്യം ചെയ്യണം, അതിനും അവർ മാതൃക കണ്ടിട്ടുണ്ട്. ആ മാതൃക ആർഷഭാരത സംസ്കൃതിയിൽ നിന്നല്ല, നമ്മുടെ അവരെപ്പോഴും പറയുന്ന വേദേതിഹാസങ്ങളിൽ നിന്നല്ല. അവരാ മാതൃക കണ്ടത് ജർമ്മനിയിൽ നിന്നാണ്. അവരുടെ അംഗീകൃത നേതാവ്, ഈ മാതൃക നടപ്പാക്കിയ നേതാവ് ഹിറ്റ്ലർ, ഇതൊന്നും അവർ രഹസ്യമായി ചെയ്ത കാര്യമല്ല. ഹിറ്റ്ലറുടെ കാര്യം നമ്മൾ ഓർക്കണം. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകളെ പൈശാചികമായി കൊന്നൊടുക്കിയ ഒരു നരാധമനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ലോകമാകെ അദ്ദേഹത്തെ അപലപിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഉത്തമനായ രാജ്യത്തിൻ്റെ ആഭ്യന്തര വൈരുദ്ധ്യം കൈകാര്യം ചെയ്ത ഭരണാധികാരിയായി RSS ഇവിടെ അദ്ദേഹത്തെ വാഴ്ത്തിയത്. പരസ്യമായി പറഞ്ഞു, ജർമ്മനിയിൽ ആഭ്യന്തര പ്രശ്നം കൈകാര്യം ചെയ്തതാണ് നമുക്ക് അനുകരണീയമായ മാതൃക. അതാണ് RSS. അവർ ആഭ്യന്തര ശത്രുക്കളെ മാത്രമല്ല കാണുന്നത്, ആ ശത്രുക്കളെ ജർമ്മനിയിൽ ഹിറ്റ്ലർ കൈകാര്യം ചെയ്തതുപോലെ ഇവിടെ കൈകാര്യം ചെയ്യണം എന്നും ഇതിലൂടെ പറഞ്ഞു വെച്ചു. ബാക്കി കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറി എന്നത്. ഏറ്റവും ഒടുവിൽ മണിപ്പൂരിൽ വംശഹത്യ നടന്നല്ലോ. രാജ്യമാകെ അതിനെ അപലപിച്ചല്ലോ. എന്തായിരുന്നു അതിന് കാരണം? അവർ ഈ പറഞ്ഞ ഒരു ന്യൂനപക്ഷ മതത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. ആ വിഭാഗം അവിടെ വേട്ടയാടപ്പെട്ടു. ഇതാണ് രാജ്യത്തിൻ്റെ അനുഭവം. അത് ക്രൈസ്തവ വിഭാഗത്തിനുണ്ടായ അനുഭവമാണെങ്കിൽ മുസ്ലിമിന് ഏതെല്ലാം തരത്തിലുള്ള തിക്തമായ
അനുഭവങ്ങൾ, വംശഹത്യയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരിക ഗുജറാത്തിനെ കുറിച്ചാണല്ലോ. അതും രാജ്യത്തെ വേദനിപ്പിച്ച സംഭവമായിരുന്നില്ലേ? എത്രയെത്ര സംഭവങ്ങൾ. അപ്പോൾ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണിതൊക്കെ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതൊന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. ആർ എസ് എസിൻ്റെതായ അജണ്ടയുണ്ട്. ആ അജണ്ട അനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയാണ്. നിർഭാഗ്യവശാൽ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന BJP രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്നു. ഇപ്പോഴത്തെ അവസ്ഥ കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യം ഭരിക്കുകയാണ്. അതിൽ 2014 മുതൽ 2019 വരെ RSSൻ്റെ താല്പര്യമനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നടന്നതെങ്കിലും 2019 രണ്ടാം ഊഴം ലഭിച്ചതോടെ RSSൻ്റെ അജണ്ട പ്രത്യക്ഷമായി നടപ്പാക്കുന്ന നടപടികളിലേക്ക് കടന്നു. ഓരോന്നും അതിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. എല്ലാം പറയാൻ ഇപ്പോൾ സമയം കിട്ടില്ല. എന്നാലും നമ്മളെല്ലാം അത് ഓർത്തു പോകേണ്ടതാണ്. 2019 അധികാരത്തിലേറിയ ഉടനെ ആദ്യം മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കണമെന്ന് നിശ്ചയിച്ചു. അതിന് നമ്മുടെ രാജ്യത്തിൻ്റെ പൗരത്വത്തിന്മേൽ തന്നെയാകാം. രാജ്യത്തിൻ്റെ പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുക. അതിനായി പൗരത്വ നിയമം ഭേദഗതി ചെയ്യുക. ഒരു പരിഷ്കൃത രാജ്യവും പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുന്നില്ല. മാത്രമല്ല പരിഷ്കൃത രാജ്യങ്ങൾക്ക് അതിനോട് യോജിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ടാണ് പൗരത്വം മതാടിസ്ഥാനത്തിലാക്കി പൗരത്വ നിയമം ഇന്ത്യ ഗവൺമെൻറ് ഭേദഗതി ചെയ്തപ്പോൾ ലോകം അതിനെതിരെ പ്രതികരിച്ചത്. ലോകരാഷ്ട്രങ്ങളിൽ അമേരിക്കയെ എടുത്താൽ മതി. അമേരിക്കയുടെ മുന്നിലാണല്ലോ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഇന്ത്യയെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി മാറ്റുന്ന നിലയെടുത്ത് രാജ്യത്തെ അങ്ങോട്ട് സമ്മാനിച്ചത്. എത്രമാത്രം സന്തോഷം അമേരിക്കക്ക് പകരുന്ന കാര്യമാണിത് നോക്ക്. ലോകത്ത് ഇന്ത്യ പോലൊരു രാജ്യം എല്ലാ കാര്യങ്ങളിലും അമേരിക്കയോടൊപ്പം നിൽക്കും എന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ അമേരിക്കക്ക് അത് വലിയ സന്തോഷമുണ്ടാക്കിയെങ്കിലും ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ അത് അംഗീകരിക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞില്ല. അവർ പരസ്യമായി ഇന്ത്യ ഗവൺമെൻറ് നടപടിയെ അപലപിച്ചു. ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു. ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള സംഘടനകൾ അപലപിച്ചു. ലോക സംഘടനകൾ അപലപിച്ചു. നമ്മുടെ രാജ്യത്ത് അതിതീവ്രമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നു. ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് വലിയ പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത അനേകം ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ നമ്മുടെ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാർ സീതാറാം യെച്ചൂരി, D രാജ, കൂടെ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനൊരു വലിയ നിര. ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ ആ വഴിക്കങ്ങാൻ കണ്ടോ? എന്തേ കോൺഗ്രസ് ഇല്ലാതെ പോയത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ കാണാൻ പറ്റാതിരുന്നത്? എവിടെ ഉണ്ടായില്ലല്ലോ. കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിമർശിച്ചു കളയുന്നു എന്ന പരാതി രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഇത്തവണത്തെ പര്യടനം ആരംഭിച്ച ഉടനെ പറഞ്ഞു. ഇതാണ് ഒരു കാര്യം. ഞങ്ങൾ പറയുന്നത് വസ്തുതയല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒന്ന് പറ, ഇന്നയാള് ഇന്ന സ്ഥലത്ത് ഇന്ന തീയതിയിൽ ആ പ്രക്ഷോഭത്തിൽ ഉണ്ടായിരുന്നു എന്നൊന്ന് പറ.
എന്തേ ആ പ്രശ്നം നിങ്ങൾ കണ്ടില്ല എന്ന് ഭാവം നടിക്കാൻ? ആ പ്രശ്നം നിങ്ങൾക്കറിയില്ലേ RSS അജണ്ട അനുസരിച്ച് ചെയ്തതാണെന്ന്? സംഘപരിവാർ മനസ്സുള്ളവർക്ക് മാത്രമല്ലേ അത് പ്രചോദനം ഉണ്ടാക്കുക? മതനിരപേക്ഷ മനസ്സിന് യോജിക്കാൻ കഴിയുന്നതാണോ അത്? നിങ്ങളിൽ മതനിരപേക്ഷ മനസ്സ് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനെ എതിർക്കാൻ നിങ്ങൾ വരില്ലേ? എന്തേ കോൺഗ്രസിന് എതിർക്കാൻ പറ്റാത്തത്? എത്ര കണ്ട് സംഘപരിവാർ മനസ്സിനോട് ഒട്ടി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി എന്നല്ലേ അത് കാണിക്കുന്നത്? ഇത് 2019 ഡിസംബറിലാണ്. ജനുവരിയിൽ പ്രക്ഷോഭം കനത്തു. ആ പ്രക്ഷോഭകർക്ക് നേരെ സംഘപരിവാർ ആക്രമണം അഴിച്ചുവിട്ടു. ആ ഇരകളുടെ സംരക്ഷണത്തിനായി ഇടതുപക്ഷ MP-മാരും ഇടതുപക്ഷ നേതാക്കളും ഓടിയെത്തി. കണ്ടോ കോൺഗ്രസ്സുകാരെ എവിടെയെങ്കിലും? അന്ന് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ സീതാറാം യെച്ചൂരിയുടെ പേര് ഏതെങ്കിലും കോൺഗ്രസ്സുകാരുടെ പേരാക്കൂട്ടത്തിലുണ്ടായോ? എന്താണ് കോൺഗ്രസിന് പറ്റിയത്? ഇതൊരു ഭാഗം രാജ്യത്ത് നടന്നത്. കേരളത്തിൽ നടന്നൊരു കാര്യം ആലോചിച്ച് നോക്കൂ. കേരളത്തില് ഈ നിയമ ഭേദഗതി വന്ന ഉടനെ നമുക്കൊരു സംശയം ഉണ്ടായില്ല. ആദ്യമേ തന്നെ പറഞ്ഞു ഈ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല. അതിൽ വേറൊരു സംശയത്തിനും ഇടയുണ്ടാകേണ്ടതില്ല. മാത്രമല്ല എല്ലാവരും അടങ്ങുന്ന ഒരു പ്രതിഷേധ സംഗമം നടന്നു തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ. പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ നേതാക്കൾ, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ സംഘടനകളുടെ പ്രതിനിധികൾ എല്ലാവരും ഉണ്ടായി. കേരളത്തിനൊരു പരിച്ഛേദം. തുടർന്ന് സർവകക്ഷി യോഗം ചേർന്നു. ഇതിനെ അപലപിച്ചു. പ്രത്യേക നിയമസഭാ യോഗം വിളിച്ചു ചേർത്തു. അവിടെയും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം ഉണ്ടായി. ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം ഏകണ്ഠേന അംഗീകരിച്ചു. ഇത്രയും ഒന്നിച്ചാണ് നടന്നത് കേട്ടോ. എല്ലാവരും ഒന്നിച്ചാണ്. കോൺഗ്രസും അതിൻ്റെ കൂടെ ഉണ്ടായി കേരളത്തിൽ. അത്രയും കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ KPCC പ്രസിഡന്റ് അന്നത്തെ അദ്ദേഹം പരസ്യമായൊരു പ്രസ്താവന. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കിയാൽ ഇവിടെ നിയമസഭ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് അത് നടപ്പാകാതിരിക്കുമോ? എന്തൊരു ചരിത്ര നിഷേധം ഉൾക്കൊള്ളുന്ന പ്രസ്താവനയാണ്. അവിടെ നിർത്തിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇനി അങ്ങോട്ട് യോജിച്ച ഒരു പ്രക്ഷോഭത്തിനും ഇല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ട പ്രശ്നം അതിലുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പര്യടനത്തിലാണല്ലോ. ഇതേവരെ പറഞ്ഞില്ല. ഇനിയെങ്കിലും പറ. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറയാത്തത്? കേരളത്തിലെ കോൺഗ്രസ് ഇവിടുത്തെ പരിപാടിയിൽ സംയുക്തമായി പങ്കെടുത്തു. അതിൽ നിന്ന് പിൻവലിയണമെങ്കിൽ ഉറപ്പാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇത് പരിപാടിയുടെ എവിടെയുമില്ല, പരിപാടിയുടെ ഭാഗമായി എവിടെയുമില്ല. അപ്പോൾ ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് നിലപാട് വെച്ചുകൊണ്ട് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇവിടുത്തെ കോൺഗ്രസിനോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല, നിങ്ങൾ പിൻവാങ്ങണം. അല്ലെങ്കിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തായിരുന്നു. കാരണം സർക്കാർ എന്തോ വേണ്ടാതരം ചെയ്തു, അതുകൊണ്ട് യോജിച്ച് നിൽക്കാൻ പറ്റിയില്ല എന്ന് പറയായിരുന്നു. പക്ഷെ അതൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. ഇതേവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതല്ല കാരണമെങ്കിൽ അത് പറ. യഥാർത്ഥത്തിൽ ഇതല്ലേ കാരണം? അപ്പൊ എന്തൊരു അവസ്ഥയാണിത്? പോട്ടെ, ഇതൊക്കെ 4 വർഷം മുൻപുള്ള കാര്യമാണല്ലോ. 4 വർഷം കഴിഞ്ഞപ്പോഴാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ RSS അജണ്ട ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ
BJP ഗവൺമെൻറ് തീരുമാനിക്കുന്നു. ഈ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ കൊണ്ടുവരുന്നു. ആ ചട്ടത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം രാജ്യത്തുയരുന്നു. കടുത്ത പ്രതിഷേധം. കോൺഗ്രസിൻ്റെ പ്രതിഷേധം ആരെങ്കിലും കണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വാചകം ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടോ? എന്തേ കോൺഗ്രസ് പ്രതികരിക്കാത്തത്? കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ ഈ സമയമല്ല, ഏകദേശം 1 മണിക്കൂർ കൂടി കഴിഞ്ഞാണെന്ന് തോന്നുന്നു, മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കാണുകയാണ് സന്ധ്യ കഴിഞ്ഞപ്പോൾ. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം? മറുപടി, രാത്രി ആലോചിച്ച് പറയാം. എങ്ങനെയുണ്ട്? എന്തൊരു പരിഹാസമായ നിലയാണെന്ന് നോക്കണം. രാഹുൽ ഗാന്ധിയെ പേരെടുത്ത് വിമർശിക്കുന്നതിന് അദ്ദേഹത്തിന് വിഷമം. രാഹുൽ ഗാന്ധി ഇവിടെയാണ് നിങ്ങളുടെ പേര് പരാമർശിച്ചത്, കേട്ടോളൂ. രാഹുൽ ഗാന്ധി രാജ്യത്ത് ഒരു യാത്ര നടത്തി. ആ യാത്ര നടക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തെയും ലോകത്തെയും പ്രധാന സംഭവങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹം പ്രതികരിച്ചു. എന്നാൽ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഖമ എന്നൊരക്ഷരമില്ല. എന്താണ് അങ്ങനെ? എല്ലാവരും പ്രതീക്ഷിച്ചു ആ യാത്രയുടെ സമാപനത്തിൽ അദ്ദേഹം പ്രതികരിക്കുമെന്ന്. ഉണ്ടായില്ല. അവസാനം പ്രതീക്ഷ വയനാട്ടിൽ നാമനിർദ്ദേശം കൊടുക്കാൻ വരുമ്പോൾ ആ ഘട്ടത്തിൽ പ്രതികരിക്കുമെന്നായിരുന്നു. അപ്പോഴും ഇല്ല. ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇന്നലെ മലപ്പുറത്ത് പരിപാടിയായിരുന്നു, അവിടെ എവിടെയും ഇതിനെക്കുറിച്ച് പരാമർശിച്ചില്ലായിരുന്നു. എന്താണ് അങ്ങനെ? ഇതൊരു വിഷയമല്ലേ? ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ ഏറ്റവും അധികം പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഇനമല്ലേ? കോടാനുകോടി ജനങ്ങൾ ഈ മണ്ണിൽ തലമുറകളായി ജീവിക്കുന്നവർ ഇനി ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെടുന്ന ഈ അവസ്ഥ, ആ ആശങ്ക വെറുതെയുള്ളതാണോ? ആ ആശങ്കപ്പെടുന്നവരോടൊപ്പം നിങ്ങൾ ആശങ്കപ്പെടേണ്ട, ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന സന്ദേശം നൽകണ്ടേ? നിങ്ങൾ നൽകിയോ? നിങ്ങൾക്കെങ്ങനെ സംഘപരിവാർ മനസ്സിനോടൊപ്പം ഒട്ടി നിൽക്കാൻ കഴിഞ്ഞു? ഞങ്ങളതാണ് ചെയ്തത്. കേരളത്തിൽ ഈ സ്വീകരിച്ച നടപടികൾ മാത്രമല്ല, അതിൻ്റെ തുടർച്ചയായി സുപ്രീം കോടതിയിൽ ഈ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സ്യൂട്ട് ഫയൽ ചെയ്തു. ഇപ്പോൾ ചട്ടം വന്നപ്പോൾ അതുകൂടി ചേർത്തുകൊണ്ട് ആ സ്യൂട്ടിനെ ശക്തിപ്പെടുത്താൻ അഡ്വക്കേറ്റ് ജനറലിനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഈ കേരളത്തിൻ്റെ വികാരം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിച്ച മനുഷ്യ ചങ്ങല, അതിൽ ഭാഗവാക്കായ കുറേ ആളുകൾ ഇവിടെ കാണും. അതെല്ലാം ഈ ഒപ്പമുണ്ട്, നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന സന്ദേശം നൽകുന്നതിനായിരുന്നു. എവിടെ നിങ്ങൾ? എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ നിലപാടെടുക്കാൻ കഴിഞ്ഞില്ല? ഇപ്പോഴും കഴിയുന്നില്ലല്ലോ. പോട്ടെ, എല്ലാ പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കുകയാണല്ലോ. ഞങ്ങൾ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ പ്രകടന പത്രികയിൽ കൃത്യമായി പറയുന്നുണ്ട്, പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും. അർത്ഥശങ്കക്കിടയില്ല. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലുണ്ടോ അങ്ങനെയൊരു ഭാഗം? അങ്ങനൊരു ഭാഗമില്ല എന്ന് ഞങ്ങൾ വിമർശിച്ചപ്പോൾ അതിന് മറുപടിയുമായി
നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, എന്താണ് ഈ പറഞ്ഞത്? ഞങ്ങൾ ഇറക്കിയ പ്രകടന പത്രിക, ഇത്രാമത്തെ പേജ്, ഇത്രാമത്തെ ഖണ്ഡിക, ഇതൊന്നും വായിക്കാതെ ഇങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്തലാണോ? അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയല്ലേ. എന്താ പറഞ്ഞതെന്ന് പറയുന്നില്ല കേട്ടോ. ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ. അപ്പോൾ അത് ശരിയായിരിക്കും ധരിച്ചിട്ടാണോ, അല്ല രണ്ടു കൂട്ടരും ചേർന്ന് ആലോചിച്ചതാണോ, ഏതാണെന്നറിയില്ല. മലയാള മനോരമ പിറ്റേ ദിവസത്തെ ഒന്നാമത്തെ പേജിലെ ബാനർ ഹെഡിങ് ഈ പറഞ്ഞ കാര്യങ്ങൾ. പ്രകടന പത്രിക വായിക്കാതെയാണ് പറഞ്ഞത്, ഖണ്ഡിക നോക്കാതെയാണ്, പേജ് നോക്കാതെയാണ് എന്നൊക്കെ. അന്ന് പത്രക്കാരെ കാണുമ്പോൾ ഈ പ്രകടന പത്രിക അവരുടെ മുന്നിൽ ഹാജരാക്കി. മാത്രമല്ല ആ പറഞ്ഞ പേജ് അതെടുത്തു. എന്നിട്ട് ഈ പറഞ്ഞ ഖണ്ഡിക അതും എടുത്തു. ആ ഖണ്ഡികയിലെ വാചകങ്ങൾ വായിച്ചു. പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്ക് ഈ പ്രകടന പത്രികയിൽ എവിടെയും ഇല്ല. എന്തു പറ്റി നിങ്ങൾക്ക്? RSS അജണ്ടയോട് താതാത്മ്യം പ്രാപിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? അതവിടെ നിൽക്കട്ടെ എന്നല്ലേ നിങ്ങളുടെ അഭിപ്രായം? അല്ലെങ്കിൽ നിങ്ങൾ മറിച്ച് പറയണ്ടേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്? ഒരു വ്യാഖ്യാനത്തിനും വകയില്ലാലോ, കള്ളി പൊളിഞ്ഞല്ലോ. അപ്പോഴല്ലേ നമ്മുടെ KPCCയുടെ പുതിയ ചുമതലക്കാരൻ, UDFന്റെ കൺവീനർ, ഞങ്ങൾക്ക് മനസ്സില്ല, എന്തു വേണം? ശരി, നല്ല കാര്യം. ഉള്ള കാര്യം അതേപോലെ പറഞ്ഞത് നന്നായി. നിങ്ങൾക്ക് മനസ്സില്ല ഇത് ഉൾപ്പെടുത്താൻ. ഏതാണ് മനസ്സ്? ആ മനസ്സ് സംഘപരിവാർ മനസ്സായിപ്പോയി എന്നത് ആലോചിക്കണം. അത്രയേ ഉള്ളൂ. ഇവിടെ ഇത് മാത്രമാണോ? നമ്മുടെ രാജ്യത്ത് RSS അജണ്ട നടപ്പാക്കുന്ന രീതികൾ, RSS തുടക്കം മുതൽ ജമ്മു കാശ്മീരിന് നമ്മുടെ ഭരണഘടന പ്രത്യേക പദവി കൊടുത്തതിനെതിരായിരുന്നു. ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്യണം എന്നായിരുന്നു അവരുടെ ആവശ്യം. നേരത്തെ മുതൽക്കേ. ഇപ്പോൾ RSS അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ദിവസം ആഭ്യന്തരമന്ത്രി എഴുന്നേറ്റ് നിൽക്കുന്നു പാർലമെന്റിൽ, ഒരു കടലാസ് എടുത്ത് വായിക്കുന്നു. 1, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദ് ചെയ്യുന്നു. 2, ജമ്മു കാശ്മീരിന്റെ സംസ്ഥാനം എന്ന പദവിയും റദ്ദ് ചെയ്യുന്നു. 3, ജമ്മു കാശ്മീരിനെ കഷണങ്ങളായി വിഭജിക്കുന്നു. ഇതെല്ലാം ചെയ്യണമെങ്കിൽ എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിക്കണം? ഞങ്ങൾക്കൊരു നടപടിക്രമവും ബാധകമല്ല. ഞങ്ങൾ തോന്നിയത് ചെയ്യും. ഇതാണ് സംഘപരിവാർ നില. അതാണ് BJP ഗവൺമെന്റ് ചെയ്തത്. രാജ്യത്ത് കനത്ത പ്രതിഷേധം ഉയർന്നല്ലോ. ആ ഉയർന്ന പ്രതിഷേധത്തിന്റെ തോതിലുള്ള ശബ്ദം കോൺഗ്രസിൽ നിന്നുയർന്നോ? സാങ്കേതികമായി എതിർത്തില്ല എന്നല്ല, പക്ഷെ ഈ പ്രശ്നത്തിന്റെ ഗൗരവത്തിനനുസരിച്ചുള്ള പ്രതിഷേധം പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായോ? എന്തേ ഇല്ലാതിരുന്നത്? കോൺഗ്രസിലുള്ള പലരും BJPയെ രഹസ്യമായി ഇക്കാര്യത്തിൽ അഭിനന്ദിച്ചു. ഒരാളെ കാര്യം പരസ്യ, അത് രാജ്യസഭയിലെ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ്. അദ്ദേഹത്തിന് ആവേശം അടക്കി നിർത്താനായില്ല. എന്തൊരു നല്ല കാര്യമാണ് BJP ചെയ്തത്. ഈ പ്രത്യേക പദവി എടുത്തു കളയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. ആവേശം അദ്ദേഹത്തിന് അടക്കാൻ പറ്റിയില്ല. കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി BJPയിലേക്ക് പോയി.
BJP അദ്ദേഹത്തെ വീണ്ടും രാജ്യസഭാംഗമാക്കി രാജ്യസഭയിലേക്ക് അയച്ചു. ഇങ്ങനെയുള്ള സംഘപരിവാർ മനസ്സുകാരാണ് കോൺഗ്രസിൽ ഒരു ഭാഗം. അതുകൊണ്ടാണ് രഹസ്യമായി അഭിനന്ദിക്കുന്നതും പരസ്യമായി ശക്തമായി പ്രതികരിക്കാതിരിക്കുന്നതും. അതല്ലേ വസ്തുത? ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് 2019 ധാരാളം ആളുകളാണല്ലോ UDF-കാരായിട്ട് ജയിച്ചു പോയത്. അവസാനത്തെ നോക്കിയാൽ UDF 18ഉം LDF 2ഉമാണ്. ആലപ്പുഴയിലെ ആരിഫും കോട്ടയത്തെ തോമസ് ചാഴിക്കാട് LDF, ബാക്കിയെല്ലാം UDF. ഈ 18-അംഗ സംഘം ഇതിലെല്ലാം സ്വീകരിച്ച നിലപാട് നോക്കണം. ഇത്തരം ഘട്ടത്തിലാണല്ലോ കേരളത്തിന്റെ വികാരം ശക്തമായിട്ട് ഉയരുക, കേരളത്തിന്റെ ശബ്ദം പാർലമെന്റിൽ പ്രതിധ്വനിക്കുക. ഉണ്ടായോ? കാരണം 18 പേര് നിശബ്ദമായിപ്പോയല്ലോ. നമ്മുടെ നാട് തന്നെ അവമാനമായല്ലോ. അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അയച്ചവര് ഈ 5 വർഷക്കാലവും വേദനിച്ചല്ലോ ഓരോ സംഭവങ്ങളിലും. ഇവരെയാണല്ലോ ഞങ്ങള് ജയിപ്പിച്ചയച്ചത് എന്ന് ദുഃഖിക്കുന്ന അവസ്ഥയുണ്ടായല്ലോ. അതല്ലേ വാസ്തവം? ഏതെങ്കിലും ഘട്ടത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ ഈ 18-അംഗ സംഘത്തിന് കഴിഞ്ഞോ? ജമ്മുകാശ്മീരിന്റെ പ്രശ്നം വന്നപ്പോൾ എവിടെയെങ്കിലും കണ്ടോ? പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മറ്റ് MP-മാർ ആ പ്രതിഷേധ സ്ഥലത്തെല്ലാം കണ്ടു. ഇവരെ കണ്ടോ ആരെങ്കിലും? ഈ രാജ്യത്ത് ചില നിയമ ഭേദഗതി, ഒന്ന് NIA സാധാരണക്ക് കടുപ്പമായൊരു നിയമമാണ്. അതിനെ കൂടുതൽ കടുപ്പമുള്ളതാക്കാനാണ് ഭേദഗതി കൊണ്ടുവന്നത്. കോൺഗ്രസ് എതിർക്കാൻ തയ്യാറായില്ല. അതിനെ എതിർക്കാൻ തയ്യാറായത് ലോക്സഭയുടെ കാര്യം ആകെ 6 പേർ. അതിലൊരാള് ആലപ്പുഴയിൽ നിന്നുള്ള സഖാവ് ആരിഫ്. ഇതല്ലേ വസ്തുത? ഈ 18-അംഗ സംഘം എവിടെ പോയി? മറ്റൊരു നിയമം UAPA, അത് സാക്ഷാൽ കരിനിയമമാണ്. ഈ നിയമമൊക്കെ എന്തിനാണ്, ആരെ ഉദ്ദേശിച്ചാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. ആ നിയമം കൂടുതൽ കരിനിയമമാക്കാൻ ഭേദഗതി. എന്താ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? BJP-യുടെ കൂടെ ഈ 18-അംഗ സംഘവും അതേ നില. ഇതല്ലേ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത്? ഇത്തരമൊരു മനസ്സ്, സംഘപരിവാർ മനസ്സ് ഇവർക്ക് എങ്ങനെ വന്നു ചേർന്നു? നമ്മുടെ ഈ 18-അംഗ സംഘം കേരളത്തിൻ്റെതായ പ്രശ്നങ്ങളിൽ എപ്പോഴെങ്കിലും കേരളത്തിൻ്റെ കൂടെ നിന്നോ? കേരളം കടുത്ത പ്രകൃതി ദുരന്തം നേരിട്ടു. ആ ഘട്ടത്തിൽ അർഹമായ സഹായം നിഷേധിച്ചു. കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഇവർ അക്ഷരം സംസാരിച്ചോ? നമുക്ക് സഹായം നിഷേധിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചോ? നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാന സർക്കാർ അവരോട് പറഞ്ഞു, നമുക്ക് എല്ലാ MP-മാരും കൂടി ചേർന്ന് കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കണം. ഞങ്ങൾ പോകാം, കാണാം, സമ്മതിച്ചു 2 തവണ. പക്ഷെ നിവേദനത്തിൽ ഒപ്പിടാൻ തയ്യാറില്ല. 2ാമത്തെ തവണ പറഞ്ഞു, ഞങ്ങൾ ഒപ്പിടാം, പക്ഷെ ഒരു വാചകം വേണം, കേരള ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥയാണ് ഇതിനെല്ലാം കാരണം എന്നെഴുതണം. എങ്ങനെയുണ്ട്? കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന, കേന്ദ്രം കാണിക്കുന്ന വിവേചനം, ഇതിനെതിരെയാണ് നിവേദനം. ആ നിവേദനത്തിൽ പറയുക, ഇതൊന്നും നിങ്ങളെ കുഴപ്പമല്ല, ഞങ്ങളെ സംസ്ഥാനത്തിലെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇതാണ് ഈ 18-അംഗ സംഘം.
എല്ലാ കാര്യത്തിലും BJP സർക്കാരിനോടൊപ്പം. ഇവിടെ കേരള വിരുദ്ധമായൊരു സമീപനം BJPക്ക് എല്ലാ കാലത്തുമുണ്ട്. കാരണം അവരെ കേരളം സ്വീകരിക്കുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ ഒരു കേരള വിരുദ്ധ സമീപനം വന്നു? കോൺഗ്രസും UDFും ഇവിടുന്നാണല്ലോ ജയിച്ചു പോയത്. ഇവിടുത്തെ ജനങ്ങളെയാണല്ലോ പ്രതിനിധാനം ചെയ്യുന്നത്. എന്നിട്ടും നിങ്ങൾ കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചു. അതിൻ്റെ ഫലമെന്താ? കേരളം അത് കൃത്യമായി മനസ്സിലാക്കുന്നു. കേരള വിരുദ്ധ മനോഭാവം സ്വീകരിച്ചവരെ കൃത്യമായി തിരിച്ചറിയുന്നു. BJPക്ക് കേരളത്തിൽ എവിടെയും ഒന്നും നേടാനാവില്ല. ആ നില പൊതുവെ നാം നേരത്തെ സ്വീകരിച്ചതാണ്. BJPയുടെ കേരള വിരുദ്ധ സമീപനം UDFും ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു. ആ കേരള വിരുദ്ധ സമീപനത്തോടുള്ള പ്രത്യേക വികാരം ഇന്ന് കേരളത്തിലാകെ പ്രകടമാണ്. അതിൻ്റെ ഫലം എല്ലാ മണ്ഡലങ്ങളിലും, എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും LDFിന് അനുകൂലമായൊരു തരംഗം അലിയടിച്ചുയരുന്നു എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം. ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ പാലക്കാട് പാർലമെന്ററി മണ്ഡലത്തിൽ ഞങ്ങളുടെ നേതൃനിരയിലുള്ള ഒരു സഖാവിനെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. സഖാവ് വിജയരാഘവനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ദീർഘകാലത്തെ പ്രവർത്തന അനുഭവം അദ്ദേഹത്തിനുണ്ട്. ആ പ്രവർത്തനത്തെക്കുറിച്ച് അറിയാവുന്നവരാണ് നിങ്ങളെല്ലാവരും. അദ്ദേഹത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഈ മണ്ഡലത്തിലെ വോട്ടർമാരെല്ലാം ഇതിനകം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അർപ്പണബോധത്തോടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹമെന്ന് എല്ലാവർക്കും നിശ്ചയമുള്ളതാണ്. പിന്നെ ഒരു കാര്യത്തിലും വ്യക്തത കുറവുണ്ടാവില്ല. നിലപാടിൽ തെളിമയും ആശയത്തിൽ വ്യക്തതയും സഖാവ് വിജയരാഘവനുണ്ടാവും. അതുകൊണ്ട് തന്നെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളായാലും കേരളത്തിൻ്റെ പ്രശ്നങ്ങളായാലും ഇവിടെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളായാലും ഏത് പ്രശ്നത്തിലും നല്ല വ്യക്തതയോടെ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിയും. അത്തരമൊരു ജനപ്രതിനിധിയാണ് ഇന്നത്തെ കാലത്ത് ആവശ്യമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ വിജയരാഘവനെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. കുമരമുത്തൂർ പഞ്ചായത്തിലെ 73 നമ്പർ ബൂത്തിലെ കുളപ്പാടം ഒരു കൊച്ചുമിടുക്കി നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വരച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് അവരുടെ ഒരു വലിയ ആഗ്രഹമാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹത്തോടെ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട PV അൻവർ, നിലമ്പൂർ MLA PV അൻവർ അവരെ ആദരവോടെ ക്ഷണിക്കുന്നു. വളരെ ആദരണീയനും ബഹുമാനീയനുമായ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ്
പിണറായി വിജയൻ അവറുകളെ, പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ വിജയരാഘവൻ അവറുകളെ, വേദിയിലുള്ള നേതാക്കളെ, സഖാക്കളെ, പ്രിയമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, പ്രവർത്തകരെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ ആവേശം നിറഞ്ഞ പ്രതീക്ഷ നിർഭരമായ ഒരു പൊതുയോഗത്തിന് മണ്ണാർക്കാട് സാക്ഷ്യം വഹിക്കുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ക്യാപ്റ്റൻ തന്നെ ഈ രാജ്യത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ട് വിജയിക്കണം, അതിൻ്റെ എല്ലാ വസ്തുതകളും ഓരോന്നായി എണ്ണി പറഞ്ഞ് പ്രസംഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങളോട് 2 വാക്ക് പറയുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മുഖത്ത് കാണുന്ന വലിയൊരു ആശങ്ക ഇതൊരു കാലത്തും ഒരു തിരഞ്ഞെടുപ്പിനും നമ്മൾ കണ്ടിട്ടില്ലാത്തതാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരാഘോഷമാണ്. ആ ആഘോഷം വളരെ വാശിയോടും വീറോടും കൂടി എക്കാലത്തും നിർവഹിച്ചവരാണ് എൻ്റെ പിന്നിലും മുന്നിലും ഇരിക്കുന്ന നിങ്ങളെല്ലാവരും. പക്ഷെ ഇന്നിൻ്റെ തിരഞ്ഞെടുപ്പ്, ഇനി ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധിക്കുമോ എന്ന ചോദ്യം 4 ഭാഗത്തും ഉയരുകയാണ്. അത്രമാത്രം കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഒരു രാജ്യത്തെ ജനതയെ, ഒരു രാജ്യത്തിൻ്റെ സമ്പത്തിനെ, ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥിതിയെ ഏതെല്ലാം മേഖലയിൽ എങ്ങനെയെല്ലാം തകർക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ തകർത്ത ഒരു ഗവൺമെൻറ്റാണ് വീണ്ടും രാജ്യത്ത് വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ചങ്ങലക്ക് ഭ്രാന്ത് പിടിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ രാഷ്ട്രീയം പോകട്ടെ, എവിടെയും നേതൃത്വം വഹിക്കുന്നവർ, ഒരു കുടുംബത്തിൽ തന്നെ നിങ്ങൾ ആലോചിക്കുക, ആ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആ കുടുംബത്തിലെ കാരണവന്മാരെടുക്കുന്ന നിലപാടെന്താ? ആ പ്രശ്നം എങ്ങനെയെങ്കിലും പറഞ്ഞു തീർത്ത് ആ കുടുംബത്തിലൊരു ഐക്യമുണ്ടാകണം. ഇത് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ്. പക്ഷേ ആ പൊതു സ്വഭാവത്തിന് ഘടകവിരുദ്ധമായി രാജ്യം ഭരിക്കുന്നവർ തന്നെ എങ്ങനെ മനുഷ്യനെ വിഭജിക്കാം, എങ്ങനെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും സാഹോദര്യവും തകർക്കാം, ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെ എങ്ങനെ വിഭജിച്ച് ഒരു ഭൂരിപക്ഷ വിഭാഗത്തിന് മാത്രമായി ഒരു രാജ്യത്തിനെ തീരെഴുതി കൊടുക്കാനുള്ള ഭഗീരഥമായ പരിശ്രമം ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുകയാണ്. എന്താണ് അതിൻ്റെ പരിണിത ഫലം? 50 രൂപക്ക് പെട്രോൾ നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇന്ന് എത്രയാ പെട്രോളിന്? 100 രൂപക്ക് പുറത്തായി. ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ, സഹായിക്കാൻ, ഹിന്ദുത്വത്തെ പാലൂട്ടി വളർത്താൻ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് നൽകണമെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയവർ 100 രൂപക്ക് ആരാ പെട്രോൾ അടിക്കുന്നത്? 100 ആള് പെട്രോൾ അടിക്കുമ്പോൾ 75 ആളും ഇവർ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരല്ലേ? ഈ നാടിലെ ആകെ കണക്ക് കൂട്ടിയാൽ 25% വരൂല. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും ഹൈന്ദവരും ദളിതരും എല്ലാം കൂടെ കൂട്ടിയാൽ അവർ 25%. ആ 75% ഹൈന്ദവരെ കൊള്ളയടിക്കുന്ന പാർട്ടി. ഗ്യാസ് ഇന്നെന്താ സ്ഥിതി? ആരെയാണ് കൊള്ളയടിക്കപ്പെടുന്നത്? രാജ്യത്തിന്റെ പൊതുസമ്പത്ത് മുഴുവൻ എഴുതി കൊടുത്തു. ഇന്നലെ വന്ന വാർത്ത എന്താ? തിരുവനന്തപുരം വിമാനത്താവളം അടക്കം വിറ്റ് കഴിഞ്ഞു. ആ വിമാനത്താവളം വിൽപ്പനയെ എതിർത്ത സംസ്ഥാനമാണ് കേരളം. ഗവൺമെന്റ് എഴുതി ഞങ്ങൾ ഏറ്റെടുക്കാം, കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റ് എഴുതി ഞങ്ങൾക്ക് വിട്ടുതരണം, നിങ്ങൾ പറയുന്ന പണം ഞങ്ങൾ നൽകാം. തന്നില്ല.
അതിന്റെ ഓപ്ഷനിൽ പോലും പങ്കെടുക്കാനുള്ള ഒരു സംസ്ഥാനത്തിന്റെ അവകാശം പോലും നിഷേധിക്കപ്പെട്ടു. ഭൂമി ഈ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത ഭൂമിയാ. എന്താ ഇന്നലത്തെ വാർത്ത? അവിടെ ജോലി ചെയ്യുന്ന 600ഓളം മനുഷ്യന്മാര് ആ തിരുവനന്തപുരം ജില്ല വിട്ട് പോയിക്കൊള്ളണം. അദാനിക്ക് ഇഷ്ടമുള്ളവിടത്ത് പോയി ജോലി ചെയ്യണം. ഒരൊറ്റ ഉദാഹരണം ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ രീതിയിൽ സാമ്പത്തിക രേഖം കർഷകരുടെ സ്ഥിതി നമ്മൾ പറയണോ? അനുഭവസ്ഥരല്ലേ ഈ ഇരിക്കുന്നത്? ഈ മണ്ണാർക്കാട് മണ്ഡലത്തിന്റെ 80% കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ജീവിക്കാൻ വല്ല മാർഗവുമുണ്ടോ കർഷകർക്ക്? കർഷകർക്ക് നൽകിയ ഏതെങ്കിലും ഒരു വാക്ക് ഈ ഗവൺമെന്റ് പാലിച്ചോ? ഇന്നും ഡൽഹിയിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർഷകർ പ്രതികരിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള 100,000 വിഷയങ്ങൾ. ഇതിലെന്താണ് കോൺഗ്രസിന്റെ നിലപാട്? അവിടെയാണ് ചോദ്യത്തിന്റെ പ്രസക്തി. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണ്? കേരളം കാതോർക്കുകയാണ്. CAA-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഴുവൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വിശദീകരിച്ചു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഇതാ കോൺഗ്രസിന്റെ കയ്യിൽ സുശക്തമാണ്. എന്താ സ്ഥിതി? ഇപ്പൊ ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് വയനാട്ടിൽ നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പങ്കാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നിലമ്പൂരും വണ്ടൂരും ഏറനാടും 3 മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിലെ സ്ഥാനാർത്ഥിയുടെ കൂടെ പോകുമ്പോ എന്താ അവസ്ഥ അറിയാം നിങ്ങൾക്ക്? സ്ഥാനാർത്ഥി അങ്ങാടിയിൽ ആളുകളെ കണ്ട് വോട്ട് ചോദിക്കുമ്പോ, എനിക്ക് ഇടയ്ക്ക് ഈ കട്ടൻ ചായ കുടിക്കുന്ന ചെറിയൊരു അസുഖമുണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങാടിയിൽ ഇറങ്ങിയാലേ കട്ടൻ ചായ കണ്ടാലേ കട്ടൻ ചായ കുടിക്കാൻ കയറും. പല സ്ഥലങ്ങളിലും ആളുകൾ വരികയാണ്. കരുവാരക്കുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 2 ചെറുപ്പക്കാർ കാക്കിയിട്ട് വരുമ്പോഴേ അറിയാം ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. അടുത്ത് വന്നിരുന്നു. അൻവർക്കായ ഞങ്ങൾക്കൊരു കാര്യം പറയാണ്ടെന്നു. ഞാൻ വെച്ചാൽ എന്തെങ്കിലും നാട്ടിലെ വിഷയമായിരിക്കും. ഞങ്ങൾ ലീഗുകാരാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ സന്തോഷം. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. അതിനാ ഞങ്ങൾ ഇപ്രാവശ്യത്തെ വോട്ട് ആനി രാജയ്ക്കാണ്. അപ്പൊ ഞങ്ങനെ കണ്ണിലേക്ക് നോക്കി. അപ്പൊ ഞാനൊന്നും മിണ്ടിയില്ല. അവർക്ക് പിന്നെയും എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനും സഹൂദം അവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കുക. അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങളുടെ വോട്ട് ഇടതുപക്ഷത്തിനാണ് എന്ന്. എത്ര ഗൗരവമായ പ്രതികരണം! സാധാരണക്കാരായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് പൂർണ്ണമായും കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ തെളിവ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മണ്ണാർക്കാടും അതിന്റെ അലയൊലി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട. ഒരു പാർട്ടിക്ക് കൊടി പോലും പിടിക്കാനുള്ള അവസ്ഥയില്ലാതെയാക്കിയല്ലേ? എങ്ങനെ സഹിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ? കൊടിയില്ലാതെ മാത്രമല്ല, കോൺഗ്രസിന്റെ കൊടിയും പോയി. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ വോട്ടും കൊള്ളയടിച്ചു പോയവരാ. പക്ഷെ ഇപ്രാവശ്യം അവർ പറയുന്നില്ല കേട്ടോ പ്രധാനമന്ത്രിയെ. ഒരു എത്തിയും കുട്ടികൾ പോണ പോലെയാണ് ജാഥ. കണ്ടോ നിങ്ങള്? ഒരു കൊടിയില്ല, ഒരു ബോർഡും ഇല്ല. ഒരാള് ജീപ്പിന്റെ ഭാഗത്ത് ഇങ്ങനെ കയറി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ തന്നെ, ഒരു പ്രതികരണവുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മുന്നണിക്കെത്തിയ ഗതികേട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഇറക്കി കൊടിയൊക്കെ മാറ്റി പ്രകടനം റോഡ് ഷോ പുറപ്പെടാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ കുഞ്ഞാലിക്കുട്ടിന്റെ മുഖം പറ്റൂല. എന്താ കാരണം? എന്താ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സംഭവിച്ചത്? 2016 രാഹുൽ ഗാന്ധി വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിപ്പോയ നമ്മളെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അന്ന് ചോദിച്ചതാണ്, നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? അല്ലേ? ആ ചോദ്യം ഇന്നും പ്രസക്തമാണ്. എന്താ ഉണ്ടായി? എന്തായിരുന്നു 2019 തെരഞ്ഞെടുപ്പിൽ? 19 തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു സ്ഥിതി? ഒരു 100 സീറ്റ് കിട്ടുന്ന അവസ്ഥ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിലുണ്ടായിരുന്നു.
എല്ലാ കൈയും തട്ടിമാറ്റി നേരെ വയനാട്ടിൽ വന്ന് മത്സരിച്ചു. ഈ പച്ചക്കൊടി കൊണ്ടുള്ള ലീഗ് പ്രവർത്തകരുടെ ഡാൻസ് രാജ്യമാകെ വ്യാപിച്ചു. നോർത്ത് ഇന്ത്യയിലും മുഴുവൻ RSS BJP പ്രചരണം നടത്തി. നോക്കൂ, ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഭയപ്പെട്ട് കേരളത്തിലെ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. 100% മുസ്ലിങ്ങളാണ്. അവരിന്നും ഇന്ത്യയിൽ ലയിച്ചിട്ടില്ല. അവരിന്നും പാകിസ്ഥാൻ വാദികളാണ്. ആ പാകിസ്ഥാന്റെ പച്ചക്കൊടിക്ക് പിന്നിൽ ഇതാ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഭയപ്പെട്ട് മുസ്ലിങ്ങളിൽ അഭയം തേടിയിരിക്കുന്നു. ഇതാ പ്രചരിപ്പിച്ചത്. ആ പ്രചരണം ഏറ്റു. ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് കിട്ടാവുന്ന സീറ്റ് പോലും കിട്ടാതെ തകർന്നടിഞ്ഞു കോൺഗ്രസ്. അതാ ഇപ്രാവശ്യം കൊടി പിടിക്കാത്തത്. മനസ്സിലായ നിങ്ങൾക്ക്? അതുകൊണ്ട് ആ പച്ചക്കൊടിയുമായി വരണ്ട, വോട്ട് വേണം. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള ഒരു നേതാവിന് ആ വാഹനത്തോടൊപ്പം ആ ജാഥയിൽ റോഡ് ഷോയിൽ പോലും പങ്കെടുക്കാനുള്ള അവകാശം നിഷേധിച്ചതിന്റെ തീ ആളിക്കത്തുകയാണ് മലപ്പുറത്തും കണ്ണൂരും കോഴിക്കോടൊക്കെ. ജനങ്ങൾ തിരിച്ചറിയണ്ടേ എന്താണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്? ആ നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വിശദീകരിച്ചത്. എന്താ ലീഗിന്റെ നിലപാട്? അണികളെ കുറിച്ച് നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ആ കാര്യത്തിലില്ല. എന്താണ് ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്? എന്തേ രാമക്ഷേത്രത്തിന്റെ കാര്യത്തില് സാദിഖ് അലി തങ്ങൾ അവസാനമായി പറഞ്ഞത്? എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, നിങ്ങൾ ആലോചിക്കണം, എവിടെ എത്തി ലീഗിന്റെ നേതൃത്വം? ഇത് മതേതരത്വത്തിന്റെ പ്രതീകമാണ്, അല്ലേ? ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? പള്ളികളിലെ ബാങ്ക് വിളി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നിർത്തിയ പോലെ ഈ ഫാസിസ്റ്റ് ഭരണം തന്നെയാണ് വീണ്ടും ഇങ്ങോട്ട് വരുന്നെങ്കിൽ കേരളത്തിൽ ബാങ്ക് കൊടുക്കുന്നു നമുക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ എന്താ പറയാ? ബാങ്ക് കൊടുക്കുന്നത് എന്തിനാ? ഇവിടെ ഒരുപാട് മുസ്ലിങ്ങൾ എന്തിനാ ബാങ്ക് കൊടുക്കുന്നത്? നിസ്കരിക്കാൻ സമയമായി എന്ന് അറിയിക്കാൻ. അപ്പൊ ഫത്വ വരും പാണക്കാടുന്ന്. അത് വാച്ചും സമയം അറിയിക്കാൻ ഒരു സംവിധാനം ഇല്ലാത്ത കാലത്തായിരുന്നു. ഇപ്പൊ എന്തിനാ ബാങ്ക്? നമ്മളെ മൊബൈൽ ഫോണിൽ ടൈമിംഗ് സെറ്റ് ചെയ്താൽ 5 നേരം ബാങ്ക് കൊടുക്കും. അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട. പറയില്ലേ? പറഞ്ഞ് കേൾക്കും. അധികം വൈകാതെ ലീഗിന്റെ പ്രവർത്തകന്മാർ എഴുതി വെച്ചോ, പാണക്കാട് നിന്ന് ഫത്വ വരും, ബാങ്കിന്റെ ആവശ്യമില്ല. പിന്നെന്താവും? ജുമ നമസ്കാരം പാടില്ല, കുത്തുബ പാടില്ല. എന്താ കാര്യം? അവിടെ ജനങ്ങൾ സംഘടിക്കുന്നു, അവിടെ വർഗീയമായ പ്രചരണം നടക്കുന്നു. ജുമ നിർത്തും. എന്ത് ചെയ്യും? അപ്പൊ വരും പാണക്കാട് നിന്ന് ഫത്വ. എന്താ ഫത്വ? ജുമ എന്തിനാ? മുസ്ലിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മതപരമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പ്രഭാഷണം ഉണ്ടാവുക. അത് മൗലവിമാര് മൊബൈലിൽ പ്രസംഗിച്ചാണ് വിട്ടാ മതി. ഓരോ മഹല്ലും ഗ്രൂപ്പ് ഉണ്ടാക്കുക. വീട്ടിലിരുന്ന് കേട്ടാ പോരെ, വെറുതെ ജുമയ്ക്ക് സമയം കളയണ്ട, ലോറിസ്കരിച്ചാ മതി. വരൂലേ? എഴുതി വെച്ചോ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ, അടുത്ത 2ാമത്തെ ഫത്വയാണ്. 3ാമത്തെ ഫത്വ പള്ളികൾ പൂട്ടണം, കൂട്ട നമസ്കാരം ഒന്നും പാടില്ല. കണ്ടുകൊണ്ടിരിക്കല്ലേ എന്താ ഉത്തരേന്ത്യയില്? പള്ളികൾ പൂട്ടിയപ്പോ റോഡിന്റെ സൈഡില് പൊതുസ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നമസ്കരിക്കുന്നു. വെള്ളിയാഴ്ച മോഡിന്റെ പോലീസ് പോയി ചവിട്ടുന്നത് വീഡിയോ കാണാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പള്ളികൾ പൂട്ടി എവിടെയെങ്കിലും നിസ്കരിക്കണ്ടേ? ചവിട്ടി മറിക്കുന്നു. ആ അവസ്ഥ വരും. അപ്പൊ വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്ന് പറയും. ഇത്രയൊക്കെ കണ്ടിട്ടും അനുഭവിച്ചിട്ടും കഴുത്തിന്റെ നേരെ വാളിങ്ങനെ വെച്ച് നിൽക്കുക. അപ്പോഴും വിരോധാരോടാ? കമ്മ്യൂണിസ്റ്റുകാരോടല്ലേ? എന്താ ഈ വിരോധം? എന്ത് വിരോധം? രാജ്യത്തിന്റെ പാർലമെന്റിൽ പൗരത്വ ഭേദഗതി നിയമം പാസാക്കുമെന്ന് പറഞ്ഞൊരു മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി ഈ സംസ്ഥാനത്ത് അത് നടപ്പിലാക്കില്ല എന്ന് ഈ രാജ്യത്ത് ആദ്യമായി പറഞ്ഞ കമ്മ്യൂണിസ്റ്റിന്റെ മുഖ്യമന്ത്രി, അല്ലേ? എന്തെല്ലാം വിഷയങ്ങളിൽ ഞാൻ ആവർത്തിക്കണോ? ഈ നെഞ്ചിഞ്ഞ് പൊളിച്ചു കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ?
ഇപ്പോഴും എന്താ പണി? ഈ മുഖ്യമന്ത്രിയെയും ഈ പ്രസ്ഥാനത്തെയും ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും RSSനോട് ചേർത്ത് വായിക്കുക അല്ലേ? രാപ്പകലില്ലാതെ RSSന് വേണ്ടി വിടുപണി ചെയ്യുന്നവർ അവരാണ് വീണ്ടും അതിനോടൊപ്പം നിൽക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം. എവിടെ എത്തും ഈ നാട്? 2024 വീണ്ടും ആവർത്തിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എണ്ണി എണ്ണി ഇവിടെ നടക്കൂലേ? എന്താ UP-യിലേക്ക് സ്ഥിതി, ഗുജറാത്തിലെ സ്ഥിതി? എത്ര മാപ്പിളാരെ താടി പഠിച്ചു വിട്ടു? മണിപ്പൂർ ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ കിടക്കുന്നില്ല. താടിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ജയ് ശ്രീരാം ശ്രീരാം പറയിപ്പിക്കല്ലേ? അങ്ങനെ പറയണു. എത്ര എണ്ണത്തിന്റെ മുട്ട മുറിച്ചു? സഹോദരിമാർ ക്ഷമിക്കണം, ജനസംഖ്യാ വർധനവ്. ഒറ്റ കാര്യം പറയാ, എന്റെയും PK ശശിന്റെയും ജോസ് ബേബി സഖാവിന്റെ ഒന്നും മാത്രമായി മുറിച്ചു പോവില്ല. മനസ്സിലായില്ലേ? നിങ്ങളത് മുറിച്ചിട്ടേ ഞങ്ങൾ മുറിക്കൂ. ഞങ്ങൾ സംഘടിതമായി നേരിടും. ആരാ നിങ്ങളിപ്പോ ഉണ്ടായി? ഈ കോൺഗ്രസോ? ഇവരെ കണ്ടിട്ടാണോ? അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ തെരഞ്ഞെടുപ്പ് കൂടി ഈ നിലപാടാണ് കേരളത്തിലെ മുസ്ലിം നേതൃത്വവും ന്യൂനപക്ഷവും ക്രൈസ്തവ നേതൃത്വവും എടുക്കുന്നെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചൊരു രക്ഷയില്ല കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ചൊരു രക്ഷയില്ല. ഞങ്ങൾ ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു കഴിഞ്ഞു, പറയാവുന്നത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് സത്യസന്ധമായ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ വളച്ചൊടിച്ച് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തകർക്കുക എന്നത് മാത്രമാണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ നിങ്ങളും അനുഭവിച്ചു കൊള്ളുക. അത്രേ ഇനി ആ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളൂ. ദിവസങ്ങളേ ഉള്ളൂ. തലക്കുള്ളിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആലോചിക്കേണ്ട അവസാന നിമിഷങ്ങളിലൂടെ രാജ്യം കടന്നു പോവുക. ഇപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രം കുത്തിവെക്കുക. ഒരുപാട് ആളുകൾക്ക് മനസ്സിലായി, ഒരുപാട് സാമുദായിക നേതാക്കൾക്ക് മാറ്റം വന്നു. ബഹുമാനായ മുത്തു ജിഫ്രിക്കോയ തങ്ങളടക്കം. എന്തേ മുത്തു ജിഫ്രിക്കോയ തങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തത്? മുത്തു ജിഫ്രിക്കോയ തങ്ങൾ ഇന്നെടുത്ത നിലപാട് തന്നെയാണ് 10-25 വർഷം മുമ്പ് ആദരണീയനായ AP അബൂബക്കർ മുസ്ലിയാർ എടുത്തത്. മുസ്ലിം ലീഗിന്റെ ഈ നിലപാടുകൾ സമുദായത്തിനെതിരാണ്, മുസ്ലിം ഉമ്മത്തിനെതിരാണ്, ഈ നാടിനെതിരാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തീരുമാനമെടുത്തു. അദ്ദേഹത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നശിപ്പിക്കാൻ അന്നും ശ്രമിക്കുന്നു, ഇന്നും ശ്രമിക്കുന്നു. എന്താണ് ആദരണീയായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചെയ്ത തെറ്റ്? ഈ CAA-യിൽ ഇടതുപക്ഷമാണ് ശരി. മുത്തലാഖ് വിഷയത്തിൽ രാജ്യത്തിന്റെ പാർലമെന്റിൽ CPM എടുത്ത നിലപാടാണ് ശരി. ന്യൂനപക്ഷ വേട്ടകൾക്കെതിരെ CPM എടുക്കുന്ന നിലപാടാണ് ശരി. CPM-ന്റെ നേതൃത്വത്തിൽ, ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധ യോഗങ്ങളിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളോ അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്ന വിഭാഗമോ ഇടതുപക്ഷത്തോടൊപ്പം നിന്നു. ആണ് തെറ്റ്. നിങ്ങൾ ആലോചിക്കണം. ഇവർക്ക് രാഷ്ട്രീയവും അവരുടെ ഭരണവും അവരുടെ സംവിധാനവും അല്ലാതെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ എന്ത് കമ്മിറ്റ്മെന്റ്, എന്ത് ബാധ്യത ഈ ഉമ്മത്തിനോട്? അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ബഹുമാനായ മുത്തു ജിഫ്രിക്കോയ തങ്ങളെ ഇന്ന് അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്? ഇവരാരെ അധിക്ഷേപിക്കും? എന്താ വടകരയിൽ നടക്കുന്നത്? 1000 ജന്മം ജനിച്ചാൽ ഒരു സഖാവിനെ എഴുതാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുമോ? നിങ്ങൾ ആലോചിക്കുക. ആ വൃത്തികെട്ടവന്മാരുമായിട്ടുള്ള ഏറ്റുമുട്ടലായി നടക്കുന്നത്. അതുകൊണ്ടാണ് ഇനി ഇത് പറയാൻ കഴിയില്ല. 26-ാം തീയതി വൈകുന്നേരം ആയാൽ പെട്ടിപൂട്ടി പിന്നെ ഈ പറഞ്ഞ വാളും വേറ്റ് വരുന്നവരെ ഏറ്റുമുട്ടാൻ നമുക്കൊന്ന് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ന്യൂനപക്ഷങ്ങൾ ഒന്നും പറയാനില്ല. വിജയരാഘവൻ സഖാവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. പാലക്കാട്ടുകാർക്ക് നന്നായി അറിയാം, അതിലേറെ അറിയാം മലപ്പുറത്തുകാർക്ക്. അദ്ദേഹത്തെ പോലും
പക്ഷപാതിത്വത്തിന്റെ വർഗീയവാദിയാക്കാനുള്ള വാർത്തകൾ പോകുന്നു. മലബാറിൽ ജനിച്ച് മലപ്പുറത്ത് പഠിച്ച് വളർന്ന സഖാവ് വിജയരാഘവൻ ഇത് എഴുതുന്ന ലീഗിന്റെ സൈബർ പോരാളികളോട് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. MA ഇസ്ലാമിക് ഹിസ്റ്ററിയ ശ്രീ വിജയരാഘവന്റെ സബ്ജക്ട്. അറിയോ നിങ്ങൾക്ക്? അറിയോ? ഈ ലീഗുകാർക്ക് അറിയോ? ഈ എഴുതിവിടുന്നവർക്ക് അതിൽ ഫസ്റ്റ് റാങ്ക്. അപ്പോ 2 വോട്ടിന് വേണ്ടി ഈ സമുദായത്തെയും ഈ സമൂഹത്തെയും ഈ രാജ്യത്തെയും ഒറ്റുകൊടുക്കുന്ന പ്രവർത്തന നേതൃത്വത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കണം, മണ്ണാർക്കാട്ടുള്ളവർക്ക് സാധിക്കണം. ഇവിടെ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന MLA ഞാൻ പറയുന്നില്ല, ഈ ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഒരു ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയുന്നത് മുഴുവൻ കൊടുത്തിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ. നിങ്ങൾക്കറിയില്ലേ? ജോസ് ബേബി സഖാവ് അടക്കം അവിടെ ഇരിക്കുക. ഒരു പക്ഷപാതിത്വം ഈ ഗവൺമെന്റ് കാണിച്ചിട്ടില്ല. അട്ടപ്പാടി ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗ ജനങ്ങൾ അവർക്കുള്ള പരമാവധി കൺസിഡറേഷൻ, ഓരോ ബഡ്ജറ്റിലും പ്രത്യേകം പദ്ധതികൾ എല്ലാം നൽകിയ ഗവൺമെന്റാ. എന്നാലോ ഇതൊക്കെ അങ്ങോട്ട് വാങ്ങി വന്നിട്ട് പിണറായി വിജയനെയും കുടുംബത്തെയും പാർട്ടി നേതൃത്വത്തെയും വ്യക്തിപരമായി അധിക്ഷേപിച്ച് ആക്ഷേപിക്കുന്നവർ തിരിച്ചറിഞ്ഞാൽ മതി. നിങ്ങള് മണ്ണാർക്കാട് ജനത തിരിച്ചറിയണം. അത് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള തിരിച്ചറിവ് സർവശക്തൻ നൽകട്ടെ എന്ന് നിങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലാൽസലാം. അടുത്തതായി NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PA റസാഖ് മൗലവിയെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ അസീസ്, വേദിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ, ബഹുമാന്യനായ നിലമ്പൂരിൻ്റെ പ്രിയപ്പെട്ട MLA ശ്രീ അൻവർ, മറ്റു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 26-ാം തീയതി ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായ രീതിയിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ സമാരാധ്യനായ മുഖ്യമന്ത്രിയും അതുപോലെ ബഹുമാനപ്പെട്ട MLAയും ഇവിടെ സവിസ്തരം പ്രതിപാദിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചു, മണ്ണാർക്കാട്ട് ജനങ്ങൾ തിരിച്ചറിയണമെന്ന്. ഈ സമ്മേളനം ബോധ്യപ്പെടുത്തും മണ്ണാർക്കാട്ടത്തെ പൗരാവലി ആരെ വിജയിപ്പിക്കണമെന്ന് ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പൊതുസമ്മേളനം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യവും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട A വിജയരാഘവൻ മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റികാരിവാൾ നക്ഷത്രം അടയാളത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടെ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറുവാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം. നമ്മുടെ കോങ്ങാട് MLA ശാന്തകുമാരി അവർകളെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നല്ലവരായ വോട്ടർമാരെ, പ്രബുദ്ധരായ പുരോഗമന ജനാധിപത്യ വിശ്വാസികളെ, നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന 2024 പൊതു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ്. 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്ന നമ്മുടെ മനസ്സുകളിലേക്ക്
ഇന്ത്യ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും കടക്കൽ കത്തിവെച്ച RSSന്റെ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന BJP സംഘപരിവാർ സർക്കാരിൻ്റെ ജനവിരുദ്ധ, സ്ത്രീവിരുദ്ധ, കർഷക വിരുദ്ധ, തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നമ്മുടെ എല്ലാം മനസ്സുകളിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നാം ഇപ്പോൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നാട്ടിലെ ജനസംഖ്യയിൽ 50% വരെ സ്ത്രീകളോട് പറഞ്ഞ കാര്യം നാരി ശക്തി വന്ദൻ എന്ന നിലയിലാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഈ നാട്ടിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വം, അഭിമാനത്വം വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യപ്പെടുന്ന ഈ വർത്തമാന സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ വാക്ക് വിശ്വസിക്കാനാവില്ല എന്ന് ഈ നാട്ടിലെ സ്ത്രീജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനയോടൊപ്പം തന്നെ ഞങ്ങൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പാചകവാതകത്തിന്റെ ഉപയോഗം അറിയുന്നവരാണ്. അവരോട് പറഞ്ഞതും കള്ളവാക്കാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എണ്ണ കമ്പനികൾക്ക് വില വർധനവിന്റെയും വിലയിടലും നിയന്ത്രിക്കാനുള്ള അധികാരം ഈ സർക്കാർ കൈമാറിക്കൊടുത്തതോടുകൂടി നമ്മുടെ നാട്ടിൽ ഇന്ന് വലിയ ചർച്ചാ വിഷയമാകുന്നത് സ്ത്രീകളെ പറഞ്ഞു വഞ്ചിച്ചതുമായി ബന്ധപ്പെട്ടാണ്. വർഗീയ കലാപങ്ങളുടെ പേരിൽ മണിപ്പൂരിലും ഗുജറാത്തിലും നടന്ന വർഗീയ കലാപത്തിന്റെ വിത്തുകൾ ഇനിയും പാകിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ കേരളത്തിലും വിത്തുപാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മുടെ സംസ്ഥാനത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ RSSന്റെ സംഘപരിവാറിന്റെ ആശയങ്ങൾക്ക് വേരോട്ടമുണ്ടാകുമോ എന്ന് കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികൾ കണ്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്ത് 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന്റെ ഒരു കരുത്തായി മാറാനുള്ള വലിയ അലയൊലികൾ ഈ കേരള സംസ്ഥാനം സമ്മാനിക്കുമെന്ന് യാതൊരു തർക്കവുമില്ല. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന 971 സഖാവ് AKG മത്സരിച്ച ഈ പാലക്കാടിന്റെ ചുവന്ന മണ്ണിൽ നിന്ന് വീണ്ടും ഇതാ CPIMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് A വിജയരാഘവൻ വീണ്ടും ഒരു ഇടതുപക്ഷത്തിന്റെ കരുത്തും കുതുപ്പുമായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് 5 പതിറ്റാണ്ടിന് ശേഷം പാലക്കാട്ടുകാരുടെയും ഇടതുപക്ഷത്തിന്റെയും കരുത്തും ശബ്ദവും പ്രതിദാനം ചെയ്യാനുള്ള സാഹചര്യം പ്രിയപ്പെട്ടവരുണ്ടാക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പൊതുയോഗത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി അയലിന്റെ നേതാവ് അമീറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള യോഗാധ്യക്ഷൻ, പ്രിയമുള്ള പാർട്ടിയുടെ വിവിധ പാർട്ടി ഘടകകക്ഷികളുടെ നേതാക്കളെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട കേരളത്തിൻ്റെ സമാരാധ്യന മുഖ്യമന്ത്രി, മറ്റ് നേതാക്കന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഏവർക്കും ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ, എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. അർത്ഥത്തിൽ മണ്ണാർക്കാടൻ ജനത നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് വിജയരാഘവനെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സന്തോഷകരമായ വേളയിലാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഓരോ വോട്ടും നിർണായകമാണ്. നമ്മുടെ മണ്ണാർക്കാടിൻ്റെ എല്ലാ സമ്മതിദാനാവകാശവും ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി സഖാവ് വിജയരാഘവന് ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി. ജയ് ഹിന്ദ്. സംസാരിക്കുന്നതിന് വേണ്ടി ജനതാദൾ നേതാവ് ശ്രീ പ്രവീൺ, നമ്മുടെ കോങ്ങാട് MLA വണ്ടിയുടെ ഫ്രണ്ടിൽ 4812 എന്നുള്ളൊരു അൾട്ടോ വണ്ടി കിടക്കുന്നുണ്ട്. അതൊന്ന് മാറ്റി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഖാക്കളെ, സുഹൃത്തുക്കളെ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇതിലെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്ന ഒരേ ഒരു കാര്യം, ഇന്ത്യ ഒരു
മതേതര രാജ്യമായി നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ ജനതയ്ക്ക് വളരെ സുഖകരമായി ഈ ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കണം. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പാലക്കാട് മത്സരിക്കുന്ന സഖാവ് എ വിജയരാഘവനെ ചുറ്റികരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സഖാവ് ജയകൃഷ്ണനെ ക്ഷണിക്കുന്നു. സഖാക്കളെ, ഈ മാസം 26-ാം തീയതി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥം മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ റാലിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ റാലി ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഈ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച നിലമ്പൂരിൻ്റെ പ്രിയങ്കരനായ MLA സഖാവ് PV അൻവറിനെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ റാലിയിൽ അധ്യക്ഷം വഹിച്ച LDFൻ്റെ മണ്ഡലം ചെയർമാൻ ശ്രീ AK അബ്ദുൾ അസീസ്, സ്വാഗതം പറഞ്ഞ മണ്ഡലം കൺവീനർ സഖാവ് PK ശശിയേട്ടൻ, അതേപോലെ തന്നെ വേദിയിലുള്ള മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മഹാറാലിയിൽ പങ്കെടുത്ത മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ സമ്മേളനം അവസാനിച്ചതായി അറിയിക്കുന്നു. നിർത്തുന്നു.